സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഉത്സവമായി. എന്നാൽ ക്രിസ്മസ് എളിമയുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിപ്ലവം കൂടിയാണ്. കാരണം യേശു മനുഷ്യൻ ആയി അവതരിക്കാൻ തെരഞ്ഞെടുത്തത് സാധാരണക്കാരെ യേശുവിന്റെ അമ്മയായ മറിയം പ്രഭുകുടുംബത്തിൽ ജനിച്ചവർ ധനാഢ്യവും പണ്ഡിതയുമായിരുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ വളർത്തുപിതാവായ ജോസഫ് കേവലം ഒരു മരപ്പണിക്കാരനായിരുന്നു. യേശുവിന്റെ ജനനത്തിന്റെ സദ്വാർത്ത ആദ്യം അറിയിച്ചത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആട്ടിടയന്മാർക്കായിരുന്നു. അതും ദൈവദൂതൻ നേരിട്ടു. എന്നാൽ ജ്ഞാനികൾക്കാകട്ടെ ഒരു നക്ഷത്രത്തിന്റെ നേരിയ പ്രകാശം മാത്രമേ ദൈവം അടയാളമായി നൽകിയുള്ളൂ. 1 കൊരിന്ത്യൻസ് 1:27 ഇങ്ങനെ പറയുന്നു: വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ കോശന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ഈ വിനയത്തിന്റെ തിരഞ്ഞെടുപ്പാണ് യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ ദൈവിക സ്തുതിഗീതത്തിൽ നമ്മൾ കാണുന്നത്. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, അഹങ്കാരികളെ ചിതറിച്ചു, പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് മാനിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ലൂക്ക 1:51-52. സമൂഹത്തിൽ താഴ്ന്നവരെ ഉയർത്താനുള്ള ദൈവിക പദ്ധതിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു മറിയത്തിന്റെ ഈ ദൈവസ്തുതി ഗീതം. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം അണിയിച്ചൊരുക്കുന്ന ദീപാലങ്കാരങ്ങൾക്കപ്പുറം ലോകത്തിൽ എളിമയുടെയും സ്നേഹത്തിന്റെയും മാതൃക കാണിച്ച് നിസ്സാരവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ജീവിച്ച ദൈവപുത്രന്റെ സന്ദേശം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ.